+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്നിരുന്നാലും എക്സാമിനെ പേടിക്കുന്ന അല്ലെങ്കിൽ എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഓൾമോസ്റ്റ് റിവിഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാണ്ടാവുള്ളൂ. എന്നാലും എക്സാം ഫേസ് ചെയ്യാനാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു പേടി എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം? എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് എക്സാം ഹാളിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. +2 കഴിഞ്ഞു, ഡിഗ്രിക്കാണ് അടുത്തത് പോകേണ്ടത് എന്ന് നമ്മൾ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ പഠിക്കണം, ആ കോഴ്സിന്റെ വാല്യൂ എങ്ങനെയാണ്, അതിന്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ് എന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ബാച്ചസ് ഒക്കെ ഫില്ലാണ്, ഇനി വളരെ കുറച്ച് സീറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആണ്, അതുകൊണ്ട് എല്ലാവരും ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ടും നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മൾ കൂടെ പറയുന്ന കാര്യമാണ്. എല്ലാവരും അത് ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇന്ന് നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ നമുക്ക് എക്സാമിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും കുറേ പേർക്ക് ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ എത്രത്തോളം എക്സാമിന് എഴുതണം, എക്സാം ഷീറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, എക്സാം ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റിൻ്റെ ഒരു ഡെമോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെയും കാണാത്ത സ്റ്റുഡൻസ് അത് കാണാം. അപ്പോൾ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള ഓപ്ഷനാണ്. അത് ഓൾമോസ്റ്റ് ഒരു 25 പേജസ് ഉണ്ടായിരിക്കും. അതെങ്ങനെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾമോസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ എന്ന് നിങ്ങൾ നോക്കുക. അതിൽ ഓരോ ക്വസ്റ്റിനും എത്ര മാർക്കാണ് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് എത്ര പേജ് എഴുതണം. കാരണം നമുക്ക് അഡീഷണൽ ഷീറ്റ് ഒന്നും കിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം നമുക്ക് കിട്ടുന്ന ബുക്ക്ലെറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്യിക്കണം. അത് മാത്രമല്ല അഡീഷണൽ ഷീറ്റ് നിങ്ങൾക്കൊന്നും അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ ഈ 25 പേജസ് എങ്ങനെ മാനേജ് ചെയ്യും, ഓരോ ക്വസ്റ്റിനും എത്ര ആൻസേഴ്സ്, എത്ര സൈഡ് ആൻസേഴ്സ് എഴുതണം എന്നൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 2 സൈഡ്, മിനിമം 1.5 സൈഡെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആൻസർ. അതായത് ഒരു പേപ്പറിൻ്റെ 2 സൈഡ് ഉണ്ടായിരിക്കും, അതിൽ 1.5 പേജെങ്കിലും 1.5 സൈഡെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഒരു 2.5 സൈഡെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അതായത് 2 സൈഡും പ്ലസ് ഒരു പേജിൻ്റെ ഒരു സൈഡും. അപ്പോൾ 2.5 പേജെങ്കിലും നിങ്ങൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം 6 സൈഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 3 പേജസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ 15 മാർക്കാണെങ്കിൽ ഒരു 4 സൈഡെങ്കിലും നിങ്ങൾ എഴുതണം. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ ആൻസർ എഴുതുമ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ പാരഗ്രാഫായിട്ട് തിരിച്ചിട്ട് വേണം എഴുതാൻ. അത് ആരും മറന്നു പോരുത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ പോയിന്റ്സിന് പെൻസിൽ യൂസ് ചെയ്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ടിപ്സൊക്കെ നിങ്ങൾ മോഡൽ എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങളത് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ഷീറ്റ് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നല്ലൊരു ടൈം മാനേജ്മെൻറ്റോടുകൂടെ ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മുൻകൂട്ടി മോഡൽ എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. പുറമേയുള്ള സ്റ്റുഡൻസ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കറക്റ്റായിട്ട് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എനിവേ താങ്ക് യു.